ഇന്റർവ്യൂവിന് വേണ്ടി വന്നതാണ്. പിന്നെ ഇന്റർവ്യൂവിനാ എടേ ആട്ടുങ്ങാട്ടും പെറുക്കാനും ആൾക്കാരാ ഗൈസ്. അപ്പൊ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് കുറച്ചധികം ദിവസങ്ങളായി. അപ്പൊ ആരും എന്നെ മറന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു 5-6 ദിവസത്തോളമായി നമ്മൾ വീഡിയോസ് ഇട്ടിട്ട്. സംഭവം മറ്റൊന്നുമല്ല, ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ചെന്നൈയിലായിരുന്നു. അവിടെ കറങ്ങി തിരിഞ്ഞ് അലഞ്ഞ് തിരിഞ്ഞ് നടന്നതിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനുശേഷം നമ്മൾ തമ്മിലൊന്ന് മീറ്റ് ചെയ്യണമല്ലോ, അതിനൊരു കണ്ടന്റ് വേണ്ടേ. അങ്ങനെ ഈ കണ്ടന്റ് തപ്പുന്നതിന്റെ ഭാഗമായിട്ട് യൂട്യൂബിലാണ് ഫുള്ള് കുറെ സീരിയസ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായത്. അപ്പൊ അതൊന്നും വേണ്ട, കുറച്ച് ഫൺ എന്റർടൈനിങ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും കണ്ടന്റ് ഉണ്ടോ നിങ്ങൾ തപ്പുന്നതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ക്യാരക്ടറിനെ കാണാൻ സാധിച്ചു. മറ്റാരുമല്ല, ഷാജിദ ഷജി. അപ്പൊ ഈ ഒരു പെണ്ണുമ്പിള്ളയുടെ വിഷയം എന്താണെന്ന് അറിയാനെ കൊണ്ട് ഞാൻ കുത്തിയിരുന്ന് കുറെ വീഡിയോസ് കണ്ടേ, ഉള്ള കാര്യം പറയാമല്ലോ, കണ്ട് മനുഷ്യന് പ്രാന്ത്. അപ്പൊ ഇത് കണ്ടിട്ട് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർ കമന്റ് ബോക്സിലൂടെയും വീഡിയോസിനകത്തൂടെയും പറയുന്ന ഒരു കാര്യമുണ്ട്, പുള്ളി ഈ പെണ്ണുമ്പിള്ള ആണെങ്കിൽ ഒരു ഡബിൾ സ്റ്റാൻഡ് ആണ്, ട്രിപ്പിൾ സ്റ്റാൻഡ് ആണെന്നൊക്കെ. പക്ഷെ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് എനിക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല. ഈ പെണ്ണുമ്പിള്ള ഒരു ബസ് സ്റ്റാൻഡ് ആണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു തിരിച്ചറിവിലേക്ക് ഞാൻ എത്തിയത്. അതായത് നമ്മുടെ പോക്ക് സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിൽ, അടുത്തൊരു എപ്പിസോഡിൽ ഈ ഒരു കോണ്ടന്റ് തന്നെ ആയിരിക്കണം വരേണ്ടതെന്ന് ഞാൻ തീരുമാനമെടുക്കുകയായിരുന്നു സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ പോക്ക് സീരീസിന്റെ ഏറ്റവും പുതിയ 5ാമത്തെ എപ്പിസോഡാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരദൂഷണ കമ്മിറ്റി ഓഫ് കേരളയിൽ ചർച്ചാ വിഷയമാകുന്നത് മറ്റാരുമല്ല, ഷാജിദ ഷജീനെയാണ്. അപ്പൊ ഈ പെണ്ണുമ്പിള്ളയുടെ ഇഷ്യൂ എന്താണെന്ന് ഞാൻ ഇങ്ങനെ വിവരിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, നേരെ വീഡിയോക്കകത്തൂടെ പോയാൽ പോരെ. അപ്പൊ ലാസ്റ്റ് പുള്ളിക്കാരി ഇട്ടേക്കുന്ന ഒരു വീഡിയോ എടുത്ത് വെച്ചാൽ നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പം ഇതിപ്പോ എപ്പോൾ അപ്ലോഡ് ആവുമെന്ന് അറിയത്തില്ല, ഇവിടുത്തെ നെറ്റിന്റെ വിഷയമൊക്കെ അറിയാലോ നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് എപ്പോൾ അപ്ലോഡ് ആവുമെന്ന് അറിയത്തില്ല, ഒന്ന് ലേറ്റ് ആവുകയാണ് നിങ്ങൾ എന്നോട് ക്ഷമീർ. ഓക്കെ, അപ്പൊ പുള്ളിക്കാരി ഇട്ടേക്കുന്ന ഒരു കഴിഞ്ഞ ദിവസം ഇട്ടേക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഇട്ടേക്കുന്ന ഒരു ഇതായിരുന്നു, പോസ്റ്റ് ആയിരുന്നേ. എന്റെ കല്യാണത്തിന്റെ ഫുൾ സത്യം നാളെ വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, എന്റെ കല്യാണം കഴിഞ്ഞോ ഇല്ലയോ, ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണ് എന്നൊക്കെ നാളത്തെ വീഡിയോ വരും, വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, ഇവിടെ 5 ഡയലോഗൊക്കെയാണ് ഇവിടെ അടിച്ചിട്ടിട്ട് നിർത്തുന്നേ. ഇതൊന്നും നാഷണൽ ഇഷ്യൂ, പുള്ളിക്കാരുടെ കല്യാണം കഴിഞ്ഞോ ഇല്ലയോ എന്നൊക്കെ അറിയാനും മാത്രമൊക്കെ ഇത്രയും വെമ്പൽ കൊണ്ട് നിൽക്കുകയാണോ കേരളത്തിലെ ജനസമൂഹം മുഴുവനായിട്ട്? ഭയങ്കര മാസ് ഇതായിട്ടൊക്കെ. എന്നിട്ട് അതിന് കുറെ നാളുകൾക്ക് മുന്നേ പുള്ളിക്കാരി ഇട്ടേക്കുന്ന ഒരു സാധനമായിരുന്നു, ഷാജിദ ഷജി എന്നും പറഞ്ഞിട്ട് ഒരു QR കോഡ്. എന്റെ അക്കൗണ്ട് നമ്പർ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇട്ടതെന്നും പറഞ്ഞാണ് പുള്ളിക്കാരി ഇത് ഇടുന്നത്. എടേ, ഇത് നമ്മുടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് ഈ യൂട്യൂബിലൂടെ ചില ആൾക്കാർക്ക് അക്കൗണ്ട് നമ്പർ ചില ആൾക്കാർ ചോദിക്കണം. നമ്മുടെ ഈ ഒരു ബമ്പർ സീരിയൽ സുതിമോളില്ലേ, ആ ചേച്ചിക്കൊക്കെ ആണെങ്കിൽ പുള്ളിക്കാരിയുടെ ഈ അക്കൗണ്ട് നമ്പർ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ആ ചേച്ചിയുടെ ആണെങ്കിൽ വീട്ടിലെ ദുരവസ്ഥ കണ്ടിട്ട് നല്ലൊരു ലൈഫ് ചേച്ചിക്ക് ഉണ്ടാവണമെന്ന് വിചാരിച്ചാണ് പല ആൾക്കാർ അക്കൗണ്ട് നമ്പറൊക്കെ ചോദിച്ച് പൈസ ഇട്ട് കൊടുക്കാനുള്ള രീതിയിലാണ്. പക്ഷെ ഈ പെണ്ണുമ്പിള്ളക്ക് എന്തിന്റെ കേടായിരുന്നു ഈ പെണ്ണുമ്പിള്ളക്ക് ഇടാനും മാത്രം എന്താണെന്നുള്ള എനിക്ക് മനസ്സിലാകുന്നത്. കാരണം നിങ്ങളെല്ലാവരെയും ഇട്ട് കൊടുത്ത എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും ഇവര് തേൻകണി പോലുള്ള വലിയ വലിയ സംഭവങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതൊക്കെയാണ് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവർക്കൊരു 1,00,000 സംതിങ് എന്തോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇത്ര ആൾക്കാരെയും പൊട്ടന്മാരാക്കുന്ന ഒരു പരിപാടിയാണ് ഈ പെണ്ണുമ്പിള്ള ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കുറേ പേര് എന്റെ കല്യാണം കഴിഞ്ഞെന്നുള്ളൊരു വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ പറയില്ല. ഞാൻ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളും. പക്ഷെ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലോ ഇന്റർവ്യൂവിലോ ഏതാ ചെറുക്കൻ എന്താണോ ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് പറയാനാണ് ഞാൻ വന്നത്. എന്താന്ന് പറയാന്ന് വെച്ചാല്, മെയിനായിട്ട് ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ ചെറുക്കൻ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടില്ല ഇന്നയാളെ. പിന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും എന്റെ ഫ്രണ്ട്സും കൂടി വയനാട്ടിലും ബാക്കിയുള്ള സ്ഥലത്തും ഇങ്ങനെ ഞങ്ങൾ കറങ്ങാൻ പോയ സ്ഥലത്ത്, ഒരു ടൂറ് പോലെ പോയ സ്ഥലത്തെ വീഡിയോസ് എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് പേര് എടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതാണ് ഷാജിദാന്റെ ചെറുക്കൻ, അത് മെയിനായിട്ട് എടുത്തിട്ട് ചാനൽ സൂഫി സഫർ ഇസ്ലാമിക് ചാനൽ ഉണ്ടല്ലോ, അവരാണ് എടുത്തിട്ടത് ഷോർട്ട് വീഡിയോ. അതിന്റെ ഷോർട്ട് എടുത്തിട്ടിട്ട് പറഞ്ഞിട്ടാണ് ചെയ്തത്. കാരണം അല്ല, മൈല ഒന്നും പറഞ്ഞല്ലേ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടത്. എന്നിട്ട് ആ പയ്യന്റെ കൂടെ ആണെങ്കിൽ ഹോട്ടലിൽ നിൽക്കുന്നതും ഊഞ്ഞാലാടുന്ന വീഡിയോസ് ഒക്കെ ഇട്ട് കണ്ടോണ്ടിരിക്കുമ്പോൾ ആൾക്കാരൊക്കെ ഒരുമാതിരി പൊട്ടന്മാരാ. നിങ്ങൾ ഊഞ്ഞാലാടുന്ന വീഡിയോ കാണിച്ചിട്ട് ഈ കണ്ടോണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് ഒരുമാതിരി ഊഞ്ഞാലാട്ടരുത്, അതിന്റെ ആവശ്യമില്ല. ഞാനിപ്പോ ഇവിടെ ഉള്ളത് എറണാകുളത്ത് കൊച്ചിയിലാണ്. ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വന്നതാണ്. പിന്നെ ഇന്റർവ്യൂവിനാ എടേ ആട്ടുങ്ങാട്ടും പെറുക്കാനും ആൾക്കാരാ. എന്താ പറയാ, ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ഇന്ന ചെറുക്കനാണ് ഇന്ന സ്ഥലത്താണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം പറയുന്ന അങ്ങനെ ആ യൂട്യൂബില് നമ്മള് ഷോർട്സ് ഇട്ടതിന്റെ ചെറുക്കനാണ്, അതിലിപ്പോ അതിൽ കാണുന്ന ആളാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. വേറെ കുറെ ചാനൽ ആര് എടുത്തിട്ടതാണ്. സത്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല. ഓക്കെ, നോട്ട് ദ പോയിന്റ്. സത്യത്തില് ഈ പെണ്ണുമ്പുള്ള കല്യാണമേ കഴിച്ചിട്ടില്ല. ഓക്കെ, കല്യാണമേ കഴിച്ചിട്ടില്ല. കാര്യം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് എന്താ പറയുക ശല്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം
കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, കോൾസും കാര്യങ്ങളും. എത്ര ഇവിടെ ഈ കല്യാണം കഴിച്ചിട്ടില്ല, ഈ പെണ്ണുമ്പോൾ കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അറിയാതെ സോഷ്യൽ മീഡിയയിൽ ഒരു നമ്പർ എന്താ പറയാ റിവീൽ ആവുകയും പിന്നീട് റിവീൽ ആക്കിയതിനു ശേഷം ഒരുപാട് ആൾക്കാർ ഷാജിദെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടുകയായിരുന്നു. ഓക്കെ, എടേ ഐശ്വര്യ റായ് അല്ലേ ഇത്രയും വലിയ ഗതികെട്ടവന്മാർ ആരൊക്കെയാണെന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ അണ്ണാൻ ചപ്പിതിനെ വക്ക് കൂട്ടിയതിനെയൊക്കെ ഇത്രയ്ക്ക് ഡിമാൻഡ് ഉണ്ടെന്ന്, നാട്ടിൽ ഇത്ര ഡിമാൻഡ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്നിട്ട് മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അവർക്കൊരു പിന്നെ ഒരുപാട് പേര് കല്യാണത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് അതിന് വെക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഓക്കെ, നമ്മുടെ ഈ പെണ്ണുമ്പളയാണെങ്കിൽ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളിപ്പോ ചെയ്തേക്കുന്ന വലിയൊരു പ്രശ്നം വെച്ചാല് ആ പയ്യനെ വെച്ച് ഇങ്ങോട്ട് വെക്കുമ്പോഴത്തേക്കിന് ആ പയ്യന്റെ ലൈഫ് ഒരുമാതിരി കീറി മുറിച്ച് ഇല്ലാണ്ടാക്കിയില്ലേ? അതിന് നിങ്ങൾ ആരോട് മറുപടി വരും, ആരോട് ഉത്തരം പറയും? പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്ത് തോന്നിവാസം കാണിക്കാവോ, എന്ത് തെമ്മാടിത്തരം കാണിക്കാവോ? നിങ്ങൾക്ക് ഇതുപോലെ നിരന്തരം നിങ്ങൾ ഐശ്വര്യ റായ് ആയതുകൊണ്ട് കുറെ അഭിഷേക് ബച്ചന്മാര് നിങ്ങളുടെ പുറകെ വരുന്നുണ്ടാവും. ഈ വരുന്ന അഭിഷേക് ബച്ചന്മാര് വരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഷാറൂഖ് ഖാനെ കാണിച്ചിട്ട് ഷാറൂഖ് ഖാൻ എന്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ഷാറൂഖ് ഖാൻ അത് പ്രശ്നമല്ലേ? ഷാറൂഖ് ഖാന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ വെറുതെ ഇരിക്കുവോ? വിശ്വമോസ് ഇന്ത്യ ആവത്തില്ലേ? കടപ്പുറം കുത്തിപ്പിടിച്ച് വാങ്ങും. അത് നിങ്ങൾ മനസ്സിലാക്കുക. കല്യാണം കഴിച്ചില്ല. പിന്നെ ഇന്റർവ്യൂസിലൊക്കെ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ഇന്റർവ്യൂസിൽ പറയാനുള്ള കാരണമാണ് ഇത് ഷാളായതുകൊണ്ടാണ് പ്രശ്നം. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റർവ്യൂസിൽ പറയാൻ കാരണം എന്താന്ന് വെച്ചാല് മെയിനായിട്ട് കണ്ണി ചൊറിഞ്ഞോണ്ടിരിക്കുന്നു. കുറെ നേരമായി ഇന്റർവ്യൂസ് പറയാനുള്ള കാരണം എന്താന്ന് കുറെ നേരം കൊണ്ട് പറയാം. ആദ്യം ഷാളെ പിടിക്കുന്നു, പിന്നെ കണ്ണ് ചൊറിയുന്നു. ഇത് പറയണേ ഒന്ന് പെട്ടെന്ന് ഇത് ഈ ഇങ്ങനെയുള്ള ശല്യങ്ങളും കാരണങ്ങളും കൊണ്ട് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ നിന്നത്. പക്ഷെ ഇത് ഒരുപാട് എന്താ പറയാ വേറെ സംഭവത്തിലേക്ക് എത്തിച്ചു. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് എന്റെ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ അപ്പൊ ഇത് ഇനിയും പറഞ്ഞു കഴിഞ്ഞില്ലേ? കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിയാണ്ട് തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞതാണ്. പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചാല് എന്റെ ചെറുക്കൻ ഇപ്പൊ പറഞ്ഞുണ്ടാക്കിയത് സർഫലി കാസർഗോഡുള്ള ചെറുക്കനാണ്, അവനാണ് എന്നെ കല്യാണം കഴിച്ചതെന്നാണ്. പക്ഷെ ഞാൻ അവനെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. അവൻ എന്റെ ഫ്രണ്ടാണ്. മെയിനായിട്ട് ഞങ്ങൾ കോഴിക്കോട് മറ്റേ വയനാടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സുകൾ തമ്മിൽ വീഡിയോ എടുക്കണ പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഫ്രണ്ട്സ് ആണ്, വയനാട്ടിൽ പോയി, അപ്പൊ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആ രീതിയിൽ എടുത്തു. ഓക്കെ, ബാക്കി പറ. ഷോർട്സ് വീഡിയോസ് ആണ് ഞാൻ ഇട്ടത്. അല്ലാണ്ട് ഒരിക്കലും ഞാൻ അവനെ കല്യാണം കഴിച്ചു എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ അത് ആൾക്കാർ തെറ്റിദ്ധരിച്ചതാണ്. മൈ ലവ് എന്നൊക്കെ പറഞ്ഞിരുമ്പോ അത് ഭർത്താവാണോ നിർബന്ധമുണ്ടോ? ഒരു ചായ കുടിക്കാൻ ചായക്കൂടെ തുടങ്ങണമെന്ന് നിർബന്ധമുണ്ടോ? അങ്ങനൊന്നും ആൾക്കാർ വെറുതെ തെറ്റിദ്ധരിക്കില്ല. അത് ചുമ്മാ ഒരുമാതിരി വ്യൂവേഴ്സ് നിങ്ങൾ എന്ത് പരിപാടിയാണ് നിങ്ങൾ കാണിക്കുന്നത്? ഒരു ഫ്രണ്ടാണ് മൈ ലവ് എന്ന് പറഞ്ഞിട്ടു അങ്ങനെ അവർ തോന്നുന്നു എന്തിനാ നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അങ്ങനൊന്നും ചിന്തിക്കാൻ പാടില്ല കേട്ടോ. ഞാൻ ഈ മെഹർ കാണിച്ചത് താലി അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. കാരണം ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഫോൺ കോൾസ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ അത് അങ്ങനെയാണ് നമ്മുടെ മുന്നിൽ അത് പറഞ്ഞത്. ഓക്കെ, ഇനി മെഹർ കാണിച്ച എന്റെ സാധനങ്ങളുടെ ഒരു വലിയൊരു എക്സ്ക്ലൂസീവ് ആണ് ഈ റീസെന്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമുക്ക് പറയാം. പിന്നെ നമുക്ക് ബാക്കി ഈ പെണ്ണുമ്പോൾ പറയാനുള്ള കുറെ കൊണേശ് വർത്താനങ്ങൾ നമുക്ക് കേട്ടിട്ട് നമുക്ക് ബാക്കി അതിലോട്ട് വരാം. വേറെ ഇപ്പൊ അത് വലിയ പ്രശ്നമായി തീരുന്നുണ്ട്. ഹണി ട്രാപ്പ്. അവന് ലക്ഷങ്ങള് ഞാൻ മേടിച്ചു. അവന്റെ ലക്ഷങ്ങള് മേടിച്ചിട്ട് ഞാൻ ഇതാക്കാണ്, പൈസ മേടിച്ചിട്ട് അവനെ ട്രാപ്പ് ചെയ്തതാണ്, കുടുക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങൾ ഈ വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വേണം. അതുകൊണ്ടാണ് ഈ കല്യാണത്തിന്റെ കാര്യം ഞാൻ തുറന്ന് പറയാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം തേൻകണി കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷെ നിങ്ങൾ തന്നെ ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് ഞാൻ അവന് പൈസ ഇട്ട് എടുത്തിട്ടുണ്ട്, അവൻ എനിക്ക് പൈസ ഇട്ട് തന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയുന്നുണ്ട്. ഈ കിട്ടിയ പൈസ കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നിന്നുള്ളത് മാത്രമല്ലല്ലോ. നിങ്ങൾക്കാണെങ്കിൽ കുറെ ആൾക്കാർ QR കോഡ് കണ്ടിട്ട് അവിടുന്ന് നമ്മുടെ ഐശ്വര്യ റായിക്ക് അഭിഷേക് ബച്ചന്മാരെല്ലാം അവിടെ അയച്ചു കൊടുത്ത കുറെ പൈസ ഉണ്ടായിരുന്നില്ലേ? അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ കുറെ നമ്മുടെ കൈസാട്ടനൊക്കെയാണ് പുള്ളിക്കാരിക്ക് നല്ല സപ്പോർട്ട് ചെയ്തൊക്കെ ഒരു വീഡിയോസ് ഒക്കെ ഇട്ടപ്പോഴത്തേക്കിന് അത്യാവശ്യം നല്ല റീച്ച് കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ അഹങ്കാരം കുറച്ച് സാധനം ഇങ്ങനെ കുമിഞ്ഞു കൂടി കഴിയുമ്പോഴത്തേക്കിന്
കുറച്ച് ഈ പറയുന്ന പോലെ ഇത്ര ഫ്ലോപ്പ് കാര്യങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാവും. ഇതിപ്പോൾ യൂട്യൂബേഴ്സിന്റെ കാര്യം മാത്രമല്ല, ഏതൊരാളുടെ ലൈഫിലാണെങ്കിലും അഹങ്കാരം നമുക്ക് എന്ന് വന്ന് തുടങ്ങുന്നു അന്ന് തൊട്ട് നമ്മുടെ ജീവിതത്തിൽ പാഴ്ചകൾ വന്ന് തുടങ്ങും. ഓക്കെ, അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കാം. പിന്നെ ഈ പെണ്ണുമ്പിള്ളകളെ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ അയ്യോ ഈ പെണ്ണുമ്പിള്ളയൊക്കെ ഇങ്ങനെ അടിപൊളിയാണ് പൊളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറകെ പോകുന്ന അഭിഷേക് ബച്ചന്മാരോട് പറയുന്നതാണ് നമ്മുടെ റീൽ വിസസ് റിയാലിറ്റി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. കുറേ നാളുകളായിട്ട് നമ്മൾ ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ സംഭവം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ഇതെങ്കിലും ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് അറിയാം എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലാന്ന്. പിന്നെ ഞാൻ അവരോടൊക്കെ എനിക്ക് വിളിച്ച ഏകദേശം ആൾക്കാരുടെ ഞാൻ സത്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പൊ ഇതാണ് പറയാനുള്ളത്. അപ്പൊ എന്താന്ന് വെച്ചാല് പിന്നെ നീ എന്തിനാ ഇത്രയും കാര്യങ്ങൾ പ്രചരിപ്പിച്ചെന്ന് ചോദിക്കും. തെറ്റാണ് ചെയ്തത്, എന്തായാലും ഞാൻ തെറ്റ് സമ്മതിക്കുന്നു. പക്ഷെ ആ ഒരു പിന്നെ 10-26 വയസ്സായ ചെക്കൻ്റെ ജീവിതം നീ തൊലച്ചില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. ഞാനിപ്പോൾ ആ ഷോർട്സ് വീഡിയോ ഇട്ടുകൊണ്ട് ഞാൻ അവനെ കല്യാണം കഴിച്ചു എന്നോ അല്ലെങ്കിൽ ഞാനൊരു വോയിസ് ഓവർ അതിൽ കൊടുത്തിട്ടില്ല. ഒരിക്കലും ഞാനത് ചെയ്യാത്തിടത്തോളം കാലം, ഞാൻ എന്റെ വായ കൊണ്ട് പറയാത്തിടത്തോളം കാലം ഒരിക്കലും അവൻ എന്നെ കല്യാണം കഴിച്ചു എന്നോ ആവില്ല. അത് ശരിയാണ്. വാഗൊണ്ട് പറയാത്തിടത്തോളം കാലം അങ്ങനൊന്നും ഇരിക്കത്തില്ല. വാഗൊണ്ട് പറയാതപ്പോ പിന്നെ വേറെ എവിടെ കൊണ്ട് ബാക്കി കാണാം നമുക്ക്. ഞാൻ ഇന്ന സ്ഥലത്ത് പോയി കല്യാണം കഴിച്ചു. പിന്നെ അവന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഒരാളൊക്കെ മെസ്സേജ് ഇട്ടു അവള് വയനാട്ടിൽ പോയി കല്യാണം കഴിച്ചു, രജിസ്റ്റർ മാരേജ് ചെയ്തു. അതിനുള്ള തെളിവൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ലല്ലോ. പിന്നെ മെയിനായിട്ട് ഇത് എടുത്തിട്ടത് സൂഫി സഫർ ചാനലാണ്. അപ്പൊ അയാളാണ് ഇത് മെയിനായിട്ട് എടുത്ത് പ്രചരിപ്പിച്ചത്. കാരണം അതിന്റെ ആവശ്യം അയാൾക്ക് ഉണ്ടായിരുന്നില്ല. അയാള് എന്നോട് വിളിച്ചപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് ഒരു ബ്രദർ എന്ന രീതിയിൽ ഞാൻ അയാളോട് ഇന്ന ആളാണ് എങ്ങനെയെന്നൊക്കെ ഞാൻ അയാളോട് പറഞ്ഞു. പക്ഷെ അയാളോട് വീഡിയോ ചെയ്യാൻ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. അയാളാണ് വീഡിയോ എടുത്തിട്ടത്. അപ്പോൾ എന്താ പറയാ, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. വേറെ എന്താ പറയാ, അത്രയ്ക്കുള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കിയൊക്കെ ഞാൻ ഇന്റർവ്യൂവിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നാളെ മറ്റന്നായിട്ട് ഇന്റർവ്യൂ വരും. അതിൽ നിങ്ങൾ കണ്ടോളി ഫുള്ള്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇന്റർവ്യൂവിൽ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. കാരണം ഇന്റർവ്യൂ ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാ കാര്യങ്ങളും നിന്റെ ചാനൽ ഞാൻ എന്താ പറയുക ഇന്റർവ്യൂവിലാണല്ലോ ഈ കല്യാണത്തിനെ കുറിച്ച് ഫുൾ പറയുന്നത്. ഇത് കുറെ ഉണ്ടല്ലോ. ഇത് എന്തോന്നല്ലേ ഇത് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാൻ. അതവിടെ നിൽക്കട്ടെ, നിങ്ങൾ ആ വീഡിയോ എടുത്ത് കണ്ടാൽ മതി. ചുമ്മാ ഉള്ള ദേഷ്യം വരുന്നത്. വീഡിയോക്ക് ഓൾറെഡി ലെങ്ത് കൂടി. ഇത് കഴിഞ്ഞിട്ട് ഒരു 4 മിനിറ്റിന്റെ ഒരു വീഡിയോ വെക്കാനുണ്ട്. അതായത് ഈ പെണ്ണുമ്പിളെ പറ്റിയിട്ടാണെങ്കിൽ വേറൊരു ലേഡി വന്നിട്ട് കുറച്ച് ഞെട്ടിക്കുന്ന കുറെ സത്യങ്ങൾ പറയുന്നുണ്ട് സുഹൃത്തുക്കളെ. അതിങ്ങോട്ട് വെക്കാണ്. ഒരു 4 മിനിറ്റ് വീഡിയോ ആണ്. ഇത് കാണുമ്പോൾ വാട്ട് ഈസ് അല്ലെങ്കിൽ ഹൂ ഈസ് യഥാർത്ഥ ദ റിയൽ ഷാജിദ ഷാജി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 4 മിനിറ്റ് വീഡിയോ ആണ്. നിങ്ങൾ കണ്ടോണ്ടിരിക്കുക. ഞാൻ പോയി ചായ കുടിച്ചിട്ട് വരാം. എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ഈ ഒരു ഫോട്ടോ ഇവിടെ കണ്ടല്ലോ, ഈ സ്ക്രീനിൽ കിടക്കുന്ന ഒരു ഫോട്ടോ കണ്ടോ? ഈ ഒരു ഫോട്ടോയിൽ ഫെഡറൽ ബാങ്കിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് ട്രാൻസാക്ഷൻ നടത്തിയതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 43,500 രൂപ ഷാജിദയ്ക്കാണ് ഇത് അയച്ചിട്ടിരിക്കുന്നത്. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിലുണ്ട്. അതിലെ ഡേറ്റ് ആണ് ഞാനത് ഇടാൻ കാരണം. ഡേറ്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. November 13, 2024 8:03, അതായത് പകൽ സമയത്ത്. അപ്പൊ ആ November 13 എന്നുള്ള ഡേറ്റ് മനസ്സിലായല്ലോ. ഇത് 43,500 രൂപ ഷാജിദയ്ക്ക് കൊടുത്ത ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആണ്. ഇതില് ഈ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് പറയുന്ന വെച്ചാൽ ഈ ഒരു ഷാജിദയുടെ കഴുത്തിൽ കിടക്കുന്ന മഹർ എന്ന് പറയുന്ന ആ ഒരു മാലയുണ്ടല്ലോ, അത് ഈ ഷറഫലി കൊടുത്തതല്ല, പകരം മറ്റൊരാളാണ് ഈ ഒരു മാല വാങ്ങിക്കാനുള്ള പൈസ കൊടുത്തിരുന്നു എന്ന് പറയുന്നത് കേട്ടോ. 43,500 രൂപ എന്ന് പറയുന്നത്. ഈ ഷറഫലിയെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ അതിലും ആ ഷറഫലിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് ആ മാല എന്ന് പറയുന്നത് ഷറഫലി വാങ്ങിച്ചു കൊടുത്തതല്ല എന്ന് പ്രത്യേകിച്ചെടുത്ത് പറയുന്നുണ്ട്. മാല വാങ്ങിക്കാനുള്ള ആ ഒരു ട്രാൻസാക്ഷൻ ഐഡിയും അതിന് പിന്നാലെ തന്നെ ഈ ഒരു ഫോട്ടോയും അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഷാജിദ ആ മാലയൊക്കെ ഇട്ട് അയച്ചു കൊടുത്ത, അതായത് ഈ ഒരു ട്രാൻസാക്ഷൻ ഐ ഡി അയച്ചു കൊടുത്ത ആ വ്യക്തി തന്നെയാണ് ഈ ഫോട്ടോയും ഷെയർ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു മാല വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വ്യക്തി പൈസ കൊടുത്തിരുന്നതും. ആ മാല വാങ്ങിച്ച് ഇട്ടുകൊണ്ട് നമ്മുടെ ഷാജിദ അത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. എന്തായാലും ഈ ഒരു പുള്ളിക്കാരൻ എന്ന് പറയുന്ന റൌഫ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ്. ആ പുള്ളിക്കാരൻ ഇപ്പൊ മിക്ക യൂട്യൂബേഴ്സിനും ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോട്ടോസും വോയിസ് റെക്കോർഡും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഷാജിദയുടെ എന്താണ് ഇവിടെ സംഭവം എന്നുള്ളത് നമുക്ക് ആ ഒരു വോയിസ് റെക്കോർഡ് എന്താണെന്ന് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. ലോക്കറ്റ് അടിക്കാൻ കൊടുക്കുന്നുണ്ട്. അതിന് ഒരു 11,000 അഡ്വാൻസ് ചെയ്യണം ഇന്നത്തെ റേറ്റിന്. ലോക്കറ്റ് അടിക്കാൻ കൊടുത്തിരിക്കുന്നു, അതിന് 11,000 രൂപ വേണം, അതായത് അഡ്വാൻസ് കൊടുക്കാൻ വേണം എന്നാണ് നമ്മുടെ ഷാജിദ പറയുന്നത്. അപ്പൊ ഈ ഒരു വോയിസ് റെക്കോർഡും ആ ഒരു വ്യക്തി അയക്കുന്നുണ്ട്. ഇതിൽ ബാക്കിയുടെ കേട്ടു നോക്കാം. ആഗ്രഹമല്ലേ ഇപ്പൊ പൂർത്തിയാക്കി കൊണ്ടിരിക്കണേ. പൂർത്തിയായല്ലോ, എടുത്തല്ലോ.
പിന്നെ പേരെന്താ കൊടുക്കണ്ടേ? വേഗം പറയും. റഹൂഫ് സ്പെല്ലിങ് വിട്ട് എങ്ങനെയാണെന്ന് കണ്ടോ? ആ മാല വാങ്ങിച്ചിട്ട് പേരെന്താ കൊടുക്കണ്ടേന്ന് ഷാജിദ ചോദിക്കുന്ന ആ ഒരു വോയിസ് തന്നെയുണ്ട്. റഹൂക്ക് എന്ന് ഷാജിദ പറയുന്നുണ്ട്. അതിന്റെ സ്പെല്ലിംഗ് കൂടെ പുറത്ത് പറയണം എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മളിവിടെ ഷറഫ് അലി എന്നുള്ള പേരല്ല കേട്ടത്, റഹൂക്ക് എന്ന് നമ്മുടെ ഷാജിദയുടെ വായിൽ നിന്ന് തന്നെയാണ് ആ പേര് വന്നിരിക്കുന്നത്. ഞാൻ അതല്ല ചോദിച്ചത്. നിങ്ങള് അവിടുന്ന് നാട്ടിക്ക് എപ്പോഴും വരാം? അടുത്ത മാസം വരുമോ? അടുത്ത മാസം വരികയാണെന്നുണ്ടെങ്കിൽ നിക്കാന്റെ കാര്യങ്ങൾ നോക്കാനാണ്. വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. എന്നിട്ട് വീടെടുത്തിട്ട് താമസിക്കാം തൽക്കാലം. പിന്നെ നമുക്ക് വീട് മേടിക്കാം, അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിൽക്കാൻ വെച്ചിട്ട് നിങ്ങളെ വീട്ടിൽ താമസിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ നിങ്ങളെ ഉമ്മാന്റെ അടുത്ത് ഉപ്പാന്റെ അടുത്ത് ഞാൻ റെഡിയാണ് അവരുടെ കൂടെ നിൽക്കാൻ. ഇല്ലാന്ന് നിൽക്കാൻ വെച്ചാൽ സമാധാനത്തിൽ നിങ്ങളുടെ ഭാര്യ എന്നുള്ള ഒരു നിലയിൽ എനിക്ക് ജീവിക്കാം. ഇത് ഈ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ, അതെനിക്ക് കേട്ട് മടുത്ത്. എനിക്ക് അതിന്റെ ആ ഒരു എന്താ പറയാ ടെൻഷൻ ഒരുപാടുണ്ട് എനിക്ക്. അതൊന്ന് മാറ്റി കിട്ടണം. എവിടെ മക്കളുടെ ഉപ്പ അല്ലെങ്കിൽ ഹസ്ബൻഡ് എവിടെയെന്ന് വെച്ചാല് എനിക്ക് പറയാനൊരാളുണ്ട്, ആള് വേണം എനിക്ക്. അത് മാത്രല്ല എല്ലാത്തിനും കട്ട സപ്പോർട്ടായിട്ട് ഒരാൾ നമ്മളെ കൂടെ വേണം. അത് മസ്റ്റാണ്. ഇല്ലാന്നുണ്ടെങ്കിലേ ജീവിതം ബേസ്. അതെ, ജീവിതം വേസ്റ്റ് ആണ്. ഇതന്നെയാണ് പറഞ്ഞത്. നേരത്തെ ആ പയ്യൻ്റെ കൂടെ വൈകിട്ട് പോയി അത് ഇത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ നേരെ ഉടനെ കണ്ട് ഹസ്ബൻഡ് ആക്കിയൊക്കെ മാറ്റി വെച്ചേക്കണം. പറഞ്ഞിട്ടുണ്ട് ഒരു ഫ്രണ്ട്സ് ആണ്, ഐ ലവ് ആണ്. പിന്നെ എല്ലാ സപ്പോർട്ടിന് എല്ലാ കാര്യങ്ങൾക്കും ആൾക്കാരൊക്കെ വേണ്ടി വരും. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ ഇതാണ് ഷാജിദ ഷജി. ഇപ്പോഴും ഇവരുടെ പുറകെ ഇവരെ കണ്ണും പൂട്ടി വിശ്വസിച്ച് പോകുന്ന കുറെ മാനസിക രോഗികളുണ്ട്. ആ മാനസിക രോഗികളെ മനസ്സിലാക്കുക. നിങ്ങൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ഇങ്ങനെ തല പൊക്കി പിടിച്ചിട്ട് നടക്കുന്ന ആളുടെ റിയൽ ഫേസ് ഇതാണെന്നുള്ളതല്ല. അപ്പൊ കൂടുതൽ കൊണയൊന്നും ഞാൻ ഇതിനകത്ത് അടിക്കുന്നില്ല. അപ്പൊ ഞാൻ അവന് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇനി അടുത്ത കണ്ടന്റ് എടുക്കട്ടെ. കുറച്ച് ദിവസം അതിലൂടെ ഇനി അടുത്ത കണ്ടന്റ് തപ്പി പോട്ടെ. അപ്പൊ ശരി, ബൈ.